റീ റിലീസിൽ ഏറ്റവും വലിയ റിലീസാണ് മണിച്ചിത്രത്താഴിനായി അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചിരിക്കുന്നത്. കേരളത്തിന് വെളിയിലും ഗംഭീര റിലീസ് നടക്കുന്നുവെന്ന വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് അവർ ഇന്ന് തന്നെ എത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രമായി മണിച്ചിത്രത്താഴ് മാറുകയാണ്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിന് കേരളത്തിൽ മാത്രമല്ല ഔട്ട്സൈഡ് കേരളത്തിലും വലിയ ഫാൻ ബേസ് ഉണ്ട് എന്ന് വ്യക്തമാണ്. നിരവധി പേർ ഈ ചിത്രം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റിലീസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ മണിച്ചിത്രത്താഴിന്റെ തുടക്കവും ഗംഭീരമായിരുന്നു. വലിയൊരു പ്രേക്ഷക സമൂഹം ഈ ചിത്രത്തെ കാണാൻ വേണ്ടി എത്തി. ഗംഭീര ആഘോഷമാണ് തിയേറ്ററിന്റെ മുന്നിലൊക്കെ കാഴ്ചവെച്ചത്. കൂടാതെ ടിക്കറ്റ് സെയിലും അത് പ്രകടമാണ്. 11,000 ടിക്കറ്റുകളാണ് 24 മണിക്കൂർ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ പ്രേക്ഷകർ വാങ്ങിക്കൂട്ടിയത്. ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയ വിവരങ്ങളൊക്കെ കണ്ടപ്പോൾ പ്രേക്ഷകരും ഒന്ന് അതിശയിച്ചു. ഒരു റീ റിലീസിൽ ഏറ്റവും ഗംഭീര ഓപ്പണിംഗും ഏറ്റവും വലിയ കളക്ഷനും മണിച്ചിത്രത്താഴ് ഇന്ന് രേഖപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ തിയേറ്ററിനകത്തു നിന്നുള്ള റെസ്പോൺസ് വീഡിയോ പോലും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന ഓരോ ഐക്കോണിക് സീനിനും കൈയടികളും ആർപ്പുവിളികളുമാണ് കാണാൻ കഴിയുന്നത്. 30 ലക്ഷത്തിന് മുകളിലുള്ള പ്രീസെയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മണിച്ചിത്രത്താഴ് നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു റീ റിലീസ് ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അറിയാ കഥകളൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മണിച്ചിത്രത്താഴ് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുമ്പോൾ കാലാഭിനയകൾക്കുള്ളിൽ മറഞ്ഞുപോയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരന്മാർക്കുള്ള സമർപ്പണം കൂടിയായി ഇത് മാറുകയാണ്. തിലകൻ, KPC ലളിത, നെടുമുടി വേണു, ഇന്നസെന്റ്, കുതിരോട്ടം പപ്പു തുടങ്ങിയ മലയാളത്തിന്റെ പ്രിയ താരങ്ങളെ ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാനാവുന്നതിന്റെ ആവേശത്തിലാണ് പ്രേക്ഷകർ. അഭിനേതാക്കൾ മാത്രമല്ല, ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ പലരും ഇന്ന് നമുക്കൊപ്പം ഇല്ല. പല ലൊക്കേഷനുകളിലായി ഫാസിൽ ഉൾപ്പെടെ 5 സംവിധായകർ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ ഹൃദ്യമായി സന്നിവേശിപ്പിച്ച TR ശേഖർ എന്ന എഡിറ്ററും ചിത്രത്തിന്റെ ക്യാമറാമാൻമാരിൽ ഒരാളായ ആനന്ദക്കുട്ടനും സെക്കൻഡ് യൂണിറ്റ് സംവിധായകരിൽ ഒരാളായ സിദ്ദിഖും ഇന്ന് നമുക്കൊപ്പം ഇല്ല. ഏറ്റവും സങ്കടകരമായ കാര്യം സിനിമയുടെ ഗാനരചയിതാക്കളായ ബിച്ചു തിരുമലയും വാലിയും സംഗീത സംവിധായകരായ MG രാധാകൃഷ്ണനും ജോൺസണും നമുക്കൊപ്പം ഇല്ല എന്നതാണ്. പാട്ടിനും പശ്ചാത്തല സംഗീതത്തിനും അത്രയേറെ പ്രാധാന്യമുള്ള സിനിമയിലെ പിന്നണിയിൽ പ്രവർത്തിച്ച കലാകാരന്മാരെ വീണ്ടും ഓർമ്മിക്കുകയാണ്. എന്തായാലും മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. കാരണം കോമഡിക്ക്, മോഹൻലാലിന്റെ വരവിന്, ശോഭനയുടെ ഗംഭീര അഭിനയത്തിന്, പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കൂടാതെ മൈന്യൂട്ട് കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് അറിയാം. കാരണം അവർ ഈ ചിത്രം 100-ൽ കൂടുതൽ തവണ കണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം MG രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാനാകുന്നു, അതും പുതിയ ദൃശ്യ മികവിൽ തന്നെ. എന്നാൽ രസകരമായ വസ്തുത MG രാധാകൃഷ്ണൻ ചെയ്യാൻ വിസമ്മതിച്ച ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ് എന്നതാണ്. ആലപ്പുഴക്കാരനായ ഫാസിലും നെടുമുടി വേണുവും മിമിക്രി കാണിച്ച് നടക്കുന്ന കാലം മുതൽ MG രാധാകൃഷ്ണൻ അറിയാം. ഇരുവരോടും സഹോദരന്മാരെ പോലുള്ള വാത്സല്യവുമുണ്ട് അദ്ദേഹത്തിന്. മണിച്ചിത്രത്താഴിന്റെ തിരക്കഥയുടെ ജോലികൾ ഏറെക്കുറെ പൂർത്തിയായപ്പോഴാണ് ഫാസിൽ പാട്ടിലേക്ക് കടക്കുന്നത്. പ്രധാനമായും 2 സന്ദർഭങ്ങൾക്ക് വേണ്ടിയായിരുന്നു പാട്ടുകൾ ചിട്ടപ്പെടുത്തേണ്ടത്. ആദ്യത്തേത് രാത്രികാലങ്ങളിൽ തെക്കിനിയിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണ്. ആരുടെയോ തേങ്ങൽ പോലെ പ്രേക്ഷകർക്ക് അനുഭവപ്പെടേണ്ട ഗാനമാണത്. മറ്റു ചിലപ്പോൾ ആരോ അത് പാടി നൃത്തമാടുന്നതാണെന്ന തോന്നലും ഉണ്ടാവണം. രണ്ടാമത്തെ സന്ദർഭം ഗംഗ പൂർണ്ണമായി നാഗവല്ലിയായി മാറുന്ന ദുർഗാഷ്ടമി നാളിലുള്ള പാട്ടാണ്. ചടുലമായ നൃത്ത ചൂടുകൾക്ക് ഇണങ്ങുന്ന താളത്തിനൊപ്പം രൗദ്രഭാവവും വേണം. 2 പാട്ടുകളും കർണാടക സംഗീതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കും വേണം. ഫാസിൽ മണിച്ചിത്രത്താഴിന് തൊട്ടുമുമ്പായി സംവിധാനം നിർവഹിച്ച എന്റെ സൂര്യപുത്രിക്ക്, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നീ ചിത്രങ്ങളുടെ സംഗീതം നിർവഹിച്ചത് ഇസൈജ്ഞാനി ഇളയരാജയായിരുന്നു. എന്നാൽ മണിച്ചിത്രത്താഴിലെ ഗാനങ്ങളുടെ പശ്ചാത്തലവും അത് കർണാടക സംഗീതത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന ഫാസിലിന്റെ നിർബന്ധവും ഒത്തുചേർന്നപ്പോൾ അദ്ദേഹത്തിലെ സംവിധായകന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരേയൊരു പേരാണ് സാക്ഷാൽ MG രാധാകൃഷ്ണന്റെ പേര്. ഫാസിൽ അദ്ദേഹത്തെ വിളിച്ച് തന്റെ പുതിയ ചിത്രത്തിന് വേണ്ടി പാട്ടുകൾ ചിട്ടപ്പെടുത്തി തരണമെന്ന ആവശ്യം അറിയിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ സമ്മതം മൂളുകയും ചെയ്തിരുന്നു. MG രാധാകൃഷ്ണനെ ആലപ്പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഗാനരചയിതാവ് ബിച്ചു തിരുമലയാണ്. ആലപ്പുഴയിലെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലെത്തി ഫാസിൽ കഥ പറഞ്ഞ് കേൾപ്പിച്ചു. കഥ മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി: എടാ മോനെ, നീ സിനിമാക്കാരനാകും മുൻപേ എനിക്ക് നിന്നെ അറിയാം. നീയും വേണുവും എന്റെ വീട്ടിൽ വന്ന് മിമിക്രി കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. നിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ പാട്ടുകൾ ആസ്വദിച്ചിട്ടുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ്, ബഹുമാനമാണ്. അതിനേക്കാളൊക്കെ ഉപരി നീ എനിക്ക് ഒരു അനിയനെ പോലെ. ആ വാത്സല്യം വെച്ച് ഞാൻ പറയുക, നീ ഈ പടം എടുക്കരുത്. ഇത് ജനത്തിന്റെ തലമണ്ടയ്ക്ക് താങ്ങാൻ പറ്റില്ല, പൊട്ടിപ്പോകും. വേണ്ട അനിയ, ഇത് വേണ്ട. MG രാധാകൃഷ്ണനെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ പാറ പോലെ ഉറച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ എങ്ങനെയും MG രാധാകൃഷ്ണനെ അനുനയിപ്പിക്കാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഫാസിൽ. ആ ധൈര്യത്തിൽ പിറ്റേന്ന് ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ ഫാസിൽ ശരിക്കും ഞെട്ടി. മുറി ശൂന്യമാണ്. MG രാധാകൃഷ്ണൻ അതിനോടകം ബിച്ചു തിരുമലയ്ക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് മടക്കയാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ധർമ്മസങ്കടത്തിലായ ഫാസിൽ MG രാധാകൃഷ്ണന്റെ സഹോദരനും ഗായകനുമായ MG ശ്രീകുമാറിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. രാധാകൃഷ്ണൻ ചേട്ടനെ കൊണ്ട് ഈ ചിത്രത്തിന് സംഗീതം ചെയ്യിക്കുന്ന കാര്യം താൻ ഏറ്റെന്ന് ശ്രീകുമാർ ഫാസിലിന് വാക്കും കൊടുത്തു. എന്തായാലും MG ശ്രീകുമാർ വാക്ക് പാലിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് MG രാധാകൃഷ്ണൻ ഫാസിലിനെ വിളിച്ചു. അന്നുണ്ടായ സംഭവത്തിൽ ഒന്നും തോന്നരുത് എന്ന മുഖവുരയോടെയായിരുന്നു കോൾ. ഫാസിൽ നിർദ്ദേശിച്ച ആഹരി രാഗത്തിൽ ഒരു പാട്ട് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. MG രാധാകൃഷ്ണന്റെ വിളി വന്ന മാത്രമേ തന്നെ ഫാസിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗാനരചയിതാവ് ബിച്ചു തിരുമലയുമുണ്ട്. ഹാർമോണിയവുമായി രാധാകൃഷ്ണൻ നിലത്തിരുന്നു. ഹാർമോണിയത്തിൽ പാട്ടെഴുതിയ പേപ്പറും വെച്ച് അദ്ദേഹത്തിന്റെ പത്നി പത്മജിയുമുണ്ട് അവിടെ. പഴം തമിഴ് പാട്ടിഴയും എന്ന പാട്ടാണ്
പാട്ടാണ് ചിട്ടപ്പെടുത്തിയത്. ഈ ഗാനത്തിന്റെ ആദ്യ വരികൾ MG രാധാകൃഷ്ണൻ പാടി തീർത്തപ്പോൾ ഫാസിൽ ഫ്ലാറ്റ്. ഓരോ വരി പാടിത്തീരുമ്പോഴും ഫാസിൽ കഥാപാത്രങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കുമൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. വരികൾ മുഴുവൻ പാടി കേട്ട് കഴിഞ്ഞപ്പോൾ ഫാസിൽ ഗാനരചയിതാവ് ബിച്ചു തിരുമലയോട് പറഞ്ഞത് ഇതിലെ വരികളെന്നല്ല ഒരക്ഷരം പോലും മാറ്റേണ്ടതില്ല എന്നാണ്. ബിച്ചുവിന്റെ വരികളിൽ നിന്ന് ഫാസിലിന് സന്ദർഭം മാത്രമല്ല സിനിമയുടെ ടൈറ്റിലും ലഭിച്ചു, മണിച്ചിത്രത്താഴ്. അങ്ങനെ ചില അറിയാ കഥകൾ പോലും മണിച്ചിത്രത്താഴുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഈ ചിത്രം അത്രയ്ക്ക് സ്പെഷ്യലാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. കാരണം മലയാള സിനിമ തന്നെ ഒന്നിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു മണിച്ചിത്രത്താഴ് എന്ന ഈ എവർഗ്രീൻ ക്ലാസിക് ചിത്രം.